ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ശബരിമല വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ്. 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവാണ് റദ്ദ് ചെയ്തത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇത് ഒരു തിരിച്ചടിയാണ്. അതിന്റെ ഈ മൂല്യം കണക്കാക്കുന്ന നടപടിക്രമങ്ങളിലേക്കൊക്കെ സർക്കാർ കടന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ, കെട്ടിടത്തിന്റെയും വൃക്ഷങ്ങളുടെയും ഒക്കെ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനൊരു റിട്ട് ഹർജി ഇതിനെതിരെ സമർപ്പിച്ചിരുന്നതായും അറിയാം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നത് ഹൈക്കോടതി കണ്ടെത്തിയോ? ഈ സ്ഥലം ഏറ്റെടുക്കലിന്റെ ശാസ്ത്രീയത തെളിയിക്കാൻ സംസ്ഥാന സർക്കാരിനായില്ല. തുടർന്നാണ് ഈ സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം ഇപ്പോൾ റദ്ദു ചെയ്തിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിനും അതിന് പുറത്തുമുള്ള 307 ഏക്കർ ഉൾപ്പെടെ 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. പക്ഷേ ഇതിനെതിരെയാണ് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി റിട്ട് ഹർജി സമർപ്പിച്ചത്. 2013 നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസം പ്രക്രിയയിൽ പിഴവ് വന്നതായി കോടതി കണ്ടെത്തുകയും നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിക്കുകയും ചെയ്തിരുന്നു. സാമൂഹ്യ ആഘാത വിലയിരുത്തൽ നടത്തി ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പുനരാരംഭിക്കാൻ സംസ്ഥാനത്തോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. പൊതു ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ടെങ്കിലും ഒരു പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി മാത്രമേ സംസ്ഥാനത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്ന നിയമം വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ട് എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അളവ് ഭൂമി ആവശ്യമാണെന്ന് വിലയിരുത്തലിന് അധികാരികൾ അനാസ്ഥ കാണിച്ചുവെന്നാണ് ജസ്റ്റിസ് ജയചന്ദ്രൻ വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സെക്ഷൻ 11 പ്രകാരമുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാനേ കഴിയുള്ളൂ. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനപ്പുറത്തേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതെല്ലാമാണ് ഈ തിരിച്ചടിക്ക് പ്രധാനമായും കണക്കാക്കുന്നത്. അധികാര വഞ്ചനയും അധികാര വിനിയോഗവും സംബന്ധിച്ച ഹർജിക്കാരുടെ ആരോപണത്തിൽ കോടതി അന്തിമ നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. വിമാനത്താവളങ്ങൾ പോലുള്ള സങ്കീർണമായ പദ്ധതികൾക്ക് കൃത്യമായും നിയമാനുസൃതമായും തീരുമാനമെടുക്കാൻ സാമൂഹിക ആഘാത വിലയിരുത്തൽ സംഘത്തിൽ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അടിമുടി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയത തെളിയിക്കാൻ എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. അനുജ, ശബരിമല വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം അതാണിപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിലേക്കാണ് സർക്കാർ കടന്നത്. 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് റദ്ദ് ചെയ്തിരിക്കുന്നു കോടതി. അത് അയന ചാരിറ്റബിൾ ട്രസ്റ്റും മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ സിനി പുന്നൂസും ഒരു റിട്ട് ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് പോലെ 2013 നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസ പ്രക്രിയയിൽ പിഴവ് വന്നിട്ടുണ്ട് എന്നതാണ് കോടതി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദ് ചെയ്തു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.